ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ 5-6 ദിവസം മാറി നിന്നപ്പോഴത്തേക്കിനും പുതിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടെന്ന്. അതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഹോട്ട് എയർ ബലൂൺ വന്നു. അത് കണ്ട് അന്തം വിട്ടും സന്തോഷിച്ചൊക്കെ നിൽക്കുകയാണ് ഞാൻ. എനിക്ക് എത്രയൊക്കെ ഫോട്ടോസ് എടുത്തിട്ടും വീഡിയോസ് എടുത്തിട്ടും മതിയാവാതെ വീടിൻ്റെ ബാൽക്കണിയിൽ ചെന്ന് നിന്ന് നോക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമുക്ക് വീട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്നാലും നോർമൽ റോട്ടിൽ കൂടെ നിന്നാൽ തന്നെ നമ്മുടെ ഡാമും നല്ല വ്യൂസും ഒക്കെ കാണാം. അപ്പോൾ ഹോട്ട് എയർ ബലൂണിൻ്റെ മുകളിലിരുന്നിട്ട് താഴെയുള്ള ഈ ഡാം വ്യൂവും അതുപോലെ തന്നെ നമ്മുടെ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂവും മലകളും കുന്നുകളും ഒക്കെ കാണുമ്പോൾ അതൊരു പ്രത്യേക രസമായിരിക്കും അല്ലേ. ഞാൻ ഈ ആനച്ചാൽ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ അന്തം വിട്ട് ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് നോക്കിയിട്ടുണ്ട്. ആ സാധനം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചിന്നക്കനാൽ വെലക്ക് നമ്മുടെ മൗണ്ടൻ ക്ലബ്ബ് റിസോർട്ടിൻ്റെയും ലേക്ക് വ്യൂ റിസോർട്ടിൻ്റെയും അതുപോലെ നമ്മുടെ സ്വന്തം ഹോം സ്റ്റേ ആയ സിയോൺ കോട്ടേജിൻ്റെയൊക്കെ അടുത്താണ്. ഇവിടെ ഈ പ്രതീക്ഷിക്കുന്ന പോലെ വലിയ ട്രാഫിക്കോ ബ്ലോക്കോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടില്ലേ, മൂന്നാറിൽ ഭയങ്കര ബ്ലോക്കാണ്, ട്രാഫിക്കാണ്. പക്ഷേ മൂന്നാർ ടൗൺ ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ ചിന്നക്കനാലിലോട്ട് വരാനായിട്ട് കുറേ മാർഗ്ഗങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഈ ട്രാഫിക്കൊക്കെ ചുമ്മാ കുറേ വീഡിയോകൾ കണ്ട് പലരും അടിമാലി ആനച്ചാൽ കഴിയുമ്പോൾ തന്നെ തിരിച്ചു പോകുകയാണ്. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം.